പഠിച്ചിട്ടാണ് ഞാൻ പ്രസംഗിച്ചത്. അപ്പോൾ ഒരു കാര്യം നീ മനസ്സിലാക്കണം, അന്ന് പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചില്ല. ഇപ്പോൾ നിങ്ങൾ പഴവങ്ങാടിയിൽ നിന്ന്, പയ്യന്നൂർ പഴവങ്ങാടിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, കലിയുഗത്തിലെ കൃഷ്ണാവതാരം. അതിലയാൾ അവകാശപ്പെട്ടത് ഞാൻ കൃഷ്ണന്റെ അവതാരമാണ്, ആര്യന്മാരുടെ പാദുഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യനെ കയറി പ്രവാചകനെന്നും മസീഹ് ഈസ എന്നൊക്കെ വിളിക്കാൻ ഭ്രാന്തന്മാർക്കല്ലാതെ സാധിക്കുമോ? അദ്ദേഹം പറഞ്ഞ അഹമ്മദ് ഖാനിയായിസം പാടേ ബട്ടനിസമാണെന്ന് പറഞ്ഞുകൊണ്ട് വിടുകയും യേശു ക്രിസ്തു നീനാൾ വാഴട്ടെ, അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ച് യേശു ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതാൻ ശ്രമിച്ചതായ ഫ്രഞ്ച് നാസ്തികനായ റെനാൻ, അദ്ദേഹം ഒടുവിലായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുവാൻ പോയത് നിങ്ങൾ അറിയുന്നത് പോലെ പാലസ്തീനിലേക്കാണ്. അദ്ദേഹം പറഞ്ഞു 4 സുവിശേഷങ്ങളിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭൂമിശാസ്ത്രപരമായി ചരിത്രപരമായി എങ്ങനെയാണെന്ന് അറിയുവാൻ ഞാൻ നേരെ പാലസ്തീനിലേക്ക് ചെന്നു. അവിടെ കൂലങ്കഷമായി പരിശോധിച്ചപ്പോൾ അവിടെ കണ്ട ഓരോ കാഴ്ചകളും 4 സുവിശേഷത്തെ സ്ഥിരീകരിക്കുന്ന 5-ാം സുവിശേഷമായി. ഈ 5-ാം സുവിശേഷം ഇന്ന് അംഗീകരിക്കാതെ ആർക്ക് ക്രിസ്തു ചരിത്രം എഴുതാൻ കഴിയുകയില്ല. അതുകൊണ്ട് 5-ാം സുവിശേഷം അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒടുവിലായി യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാലോ, നസ്രായനായ യേശുവേ അങ്ങ് നീണാൾ വാഴട്ടെ, എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്നു. യുക്തിവാദിയാണ്. അല്ലയോ നസ്രായനായ യേശുവേ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളങ്ങെ ക്രൂശിൽ തറച്ചു. അല്ലയോ നസ്രായനായ യേശുവേ അങ്ങ് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു, ഞങ്ങളെയും ദൈവത്തെയും മറച്ച ആ തിരശ്ശീല അങ്ങ് ചീന്തി. ഇനി അല്ലയോ നസ്രായനായ യേശുവേ അങ്ങയെയും ദൈവത്തെയും മേലാൽ വേർതിരിക്കാൻ ഞാൻ കഴിയില്ല. അല്ലയോ നസ്രായനായ യേശുവേ അങ്ങ് നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് റനാൻ എഴുതി തൂരിക താഴെ വെച്ചത്. ഇതുപോലെ ഞാൻ ഉദ്ധരിച്ചാൽ 100 കണക്കിന് ഉദ്ധരണികൾ പറയേണ്ടി വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഒരു സഹോദരന്മാരെ, യേശു ക്രിസ്തുവിനെ പോലെ അംഗീകരിക്കാൻ കൊള്ളാകുന്ന, അനുഗമിക്കാൻ കൊള്ളാകുന്ന, ആദരിക്കാൻ കൊള്ളാകുന്ന, ആരാധിക്കാൻ കൊള്ളാകുന്ന, ആഘോഷിക്കാൻ കൊള്ളാകുന്ന അനന്യ സാധാരണമായൊരു നാമം അവനിക്ക് മുകളിൽ ആകാശത്തിന്റെ കീഴിൽ ഇല്ല എന്നുള്ള അവിതർക്കിതമായിരിക്കാൻ അനന്തത വെടിഞ്ഞ് അവനിൽ ആഗമിച്ച് അഖില ലോക ജനകോടികളുടെ അതിശക്തമായ പാപം അതിപാവനമായ ശരീരത്തിൽ ആവഹിച്ച് അവനേക്കും ആകാശത്തിനും മധ്യേ അതിദാരുണമാവണ്ണം അന്ത്യശ്വാസം വലിച്ച് അവനിൽ അടക്കപ്പെട്ട് അതിശക്തമായ റോമയുടെ ആയുധമെന്റെ പടയണിയെ അമ്പയെ പരാജയപ്പെടുത്തി ആക്കം കൊണ്ട് 3-ാം നാൾ ഉയർത്തുന്നിട്ട് പിന്നെ ആണിയടിച്ച ലോകത്തിൽ 40 നാളുകൾ ആണിപ്പാടുള്ള കാലിലൊഴിച്ച് നീട്ടി നടന്ന് അനുഗമിച്ച ശിഷ്യന്മാരെ ആണിത്തടമ്പുള്ള കയ്യിലൂട്ടി അനുഗ്രഹിച്ചിട്ട് അഗ്രാസനത്തിൽ അമർന്നിരുന്നുകൊണ്ട് അഭയം ചൊല്ലി ഞാനൊരു പാപിയാണ്, എന്റെ പാപങ്ങൾ മോചിക്കണമെന്ന് പറഞ്ഞ് ഏതെല്ലാം ആളുകൾ വരുന്നുവോ അവിടെയെല്ലാം പാപം മോചിച്ചുകൊണ്ട് വീണ്ടും വരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അനവധി ജീവിക്കുന്ന അനവധി ദൂരഭാവിയിൽ അവനെ അടക്കി വാഴുവാൻ അനന്തരം ആഗമിക്കുവാൻ പോകുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭരിച്ച് മുടിച്ച രാജ്യം ഒരുപോലെ ഭരിച്ചു കാണിക്കുവാൻ വീണ്ടും വരാൻ പോകുന്ന അനശ്വരനായ കർത്താവായ യേശു ക്രിസ്തു അവരകത്തലത്ത് അംഗീകരിച്ച് അവനെ ജീവിതം ധന്യമാക്കി അനന്തതയുടെ പങ്കാളികളായി തീരുവാൻ അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മനുഷ്യവർഗത്തിന് വെളിപ്പെട്ട ഒരു ദൈവമില്ല എന്ന് തറപ്പിച്ച് പറയുന്നുണ്ട്. ഈ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ലെന്ന് ധീരമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വരെയും ഇന്നും സമീപിക്കുന്നവരുടെയെല്ലാം പാപമോചനം കൊടുത്ത് ആയിരങ്ങൾക്ക് പുത്തൻ ജീവിതം സമ്മാനിച്ചുകൊണ്ട് കാലത്ത് ജീവിക്കുകയും ചെയ്യുന്ന ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിക്കണം. പള്ളിയുടെ മധുബാഹായിലിരിക്കുന്ന ക്രിസ്തു അവിടെ നിന്ന് ഇറക്കണം. പള്ളിയുടെ മധുബാഹാലിരിക്കുന്ന ക്രിസ്തുവിനെ ഇറക്കണം. ബത്ലഹേമിലെ പുൽത്തൊട്ടി ജനിച്ച മറിയത്തിന്റെ മകൻ വിശ്വാസത്താൽ നിങ്ങളുടെ മനത്തുള്ളിൽ ജനിക്കണം. കാൽവരിയിലെ ക്രൂശിൽ മരിച്ച ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങൾ ഉയർക്കണം. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളാണ് വാഴേണ്ടത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് അവർ നല്ല സാക്ഷികളായി ജീവിക്കണം. ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ മദ്യപിച്ചും വ്യഭിചരിച്ചും അന്യായം ചെയ്തും അതിക്രമം ചെയ്തും കള്ളക്കച്ചവടം ചെയ്തും കാപട്യം കാണിച്ചും പോകാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക. മാണിയെയും യോസഫിനെയും അവനെയും ഇവനെയെല്ലാം അനുഗമിക്കുന്നത് മതിയാക്കി നസ്രായനായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ പ്രതിജ്ഞാബദ്ധമാകണം. അതുകൊണ്ട് പ്രിയസഹോദരരെ, ഇന്ന് ഈ നശ്വരമായ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോകാൻ പൂമാല, പുകഴ്മാല, നോട്ടുമാല യേശു ക്രിസ്തുവിനെ അനുഗമിച്ചാൽ ഇന്ന് കിട്ടുന്നത് അധിക്ഷേപത്തിന്റെ ശരം. പക്ഷേ നേരെ മറിച്ച് നാളെയുടെ നാളുകൾ കർത്താവായ യേശു ക്രിസ്തു ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അത് കൊണ്ടു നടക്കുമ്പോൾ പൂമാല കിട്ടും. നാളെ ചീമുട്ട, ചീനരക്കാളി, ചെരുപ്പുമാള അതാണ് സമ്മാനിക്കുന്നത്. നേരെ മറിച്ച് ഈ കർത്താവിനെ പ്രസംഗിച്ച് നോക്ക്. ഇതുപോലെ പ്രസംഗിക്കാൻ കൊള്ളാകുന്ന വല്ല പുരുഷന്മാർ ലോകത്തിലുണ്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു നോക്ക്. അതുകൊണ്ട് ഇതുപോലെ പ്രസംഗിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ പ്രബോധിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ പ്രഘോഷിക്കാൻ കൊള്ളാകുന്ന പ്രസ്താവ്യമായൊരു നാമം പ്രപഞ്ച സീമയിൽ ഇവരല്ലാതെ വേറെയില്ല. അതുകൊണ്ട് മറ്റൊരുത്തനും രക്ഷയില്ല. പത്രോസ്
മറ്റൊരുത്തൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ അവനിയുടെ മുകളിൽ അവന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. അതുകൊണ്ട് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ അകത്ത് വേണം അംഗീകരിക്കാൻ. അവിടെ പ്രിയ സ്നേഹിതരെ, ഈ വൈകുന്നേരം ഞങ്ങളെ കേട്ട പാലാരിവട്ടത്തുള്ള നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിധന്യമായ നാമത്തിൽ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി ഇതുവരെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ സമയത്ത് അവനെ രക്ഷിതാവും കർത്താവുമായി നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച്, കർത്താവെ ഞാനൊരു പാപിയാകുന്നു, എൻ്റെ പാപങ്ങൾ മോചിക്കണമെന്ന് ആത്മാർത്ഥമായി നിൽക്കുന്ന നിൽപ്പിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവൻ അപ്പോൾ തന്നെ നിന്റെ പാപങ്ങൾ മോചിക്കുമെന്ന് അവൻ്റെ നാമത്തിൽ അവൻ്റെ വാഗ്ദത്തിൽ അടിസ്ഥാനപ്പെട്ട് ഉറപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കർത്താവിനെ സ്വീകരിക്കുവാൻ ആണയിട്ട് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട്, ഇവനല്ലാതെ രക്ഷിതാവില്ല, ഇവനല്ലാതെ വെളിപ്പെട്ട ദൈവമില്ല, ഇവനല്ലാതെ ഉദ്ധാരകനില്ല, ഇവനല്ലാതെ വീണ്ടും വരാൻ പോകുന്ന രക്ഷകനില്ല. അതുകൊണ്ട് ഈ കർത്താവിനെ സ്വീകരിച്ച് അവന് വേണ്ടി അവനെ ധന്യമാക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആവർത്തിച്ചും ആശംസിച്ച് എന്നെ ശിക്ഷിച്ച നിങ്ങൾക്കെല്ലാവർക്കും അനുസരണമായ യേശുക്രിസ്തുവിന്റെ അതുല്യമായ നാമത്തിൽ അഭിവാദനങ്ങൾ കാൽവരിലെ കൂശിച്ചൊരിഞ്ഞ പുണ്യാരിത്വത്തിന് മണമുള്ള രക്താഭിവാദനങ്ങൾ. എനിക്ക് ചിക്കൻ ഗുനിയ പിടിച്ചതുകൊണ്ട് കാലിനെതിരെ പ്രയാസം, അതുകൊണ്ടാണ് പിടിക്കാനൊക്കെ രണ്ടുപേരും. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതുവരെ ഞങ്ങൾ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ മൂല്യഭ്രംശം വന്നുകൊണ്ടിരിക്കുന്ന സമൂഹം. മനുഷ്യൻ പൈശാചികതയുടെ അവതാരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. തിന്മയുടെ ഇരുൾ മൂടുന്ന ഈ ഇടവഴികളിൽ ഒരു പ്രകാശഗോപുരമായി മലയാളത്തിലെ സാമൂഹ്യ സാംസ്കാരിക നായകർ സത്യത്തിലേക്കും ജീവനിലേക്കും വെളിച്ചം വീശുന്നു. ഈ ഔപചാരികമായിട്ട് വിദ്യാഭ്യാസം നേടിയിട്ടില്ല, അധികം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോ പക്ഷെങ്കിലും ഈ പാട്ടുകൾ മലയാളം 2ാം ക്ലാസ് മാത്രം, അതിന് 3ലേക്ക് ജയിച്ചു. 3 മാസം സ്കൂളിൽ പോയിട്ടു, പിന്നെ പോകാൻ പറ്റും. ഒറ്റോർ മാറുന്നിടും നേരത്തും മാറാതെ നീ മാത്രം, പെറ്റോ പിരിഞ്ഞിടും നാളിലും നാഥ നീ കൂടവേ. ഹല്ലേലൂയ പാടി സ്തുതിച്ചിടും, അല്ലലെല്ലാം അവനകറ്റിടും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ജീവിത സാക്ഷ്യമായ ഒരു പാട്ടാണ് സ്നേഹിക്കും ഞാൻ യേശുവേ. സാങ്കേതിക വിദ്യയും വികസനങ്ങളും വർദ്ധിപ്പിച്ചിരിക്കുന്നതായ തോതനുസരിച്ച് മനുഷ്യന്റെ സ്വഭാവവും പെരുമാറ്റവും മുന്നേറുന്നില്ല. ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ തീരുമാനം, വിദ്യാർത്ഥികളുടെ മാത്രം കാര്യമല്ല, മുതിർന്നവരുടെ എല്ലാം ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ എല്ലാം ഹൃദയത്തിന്റെ ചായ്വ് എങ്ങനെയാണോ അതനുസരിച്ചാണ് നമുക്ക് ലഭിക്കുന്ന അറിവിനെ ഉപയോഗിക്കുന്നത്. അതെ, ഹൃദയത്തിന്റെ ചായ്വ് മോശമാണെങ്കിൽ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നു. ഹൃദയത്തിന്റെ ചായ്വ് നല്ലതാണെങ്കിൽ നല്ലതായ രീതിയിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിക്കും സമൂഹത്തിനും ഗുണം ചെയ്യുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രവണതകളെ മാറ്റി ശരിയായ രീതിയിൽ ഹൃദയത്തിന്റെ ചായ്വിനെ കൊണ്ടുവരിക. ഇൻക്ലിനേഷൻ ഓഫ് ദ ഹാർട്ട്. ദൈവഹിതപ്രകാരം ജീവിക്കുന്നതിന് ദൈവത്തെ എൻ്റെ ഉള്ളിലാക്കുക. അതിനൊക്കെ നമ്മൾ പറയാറുണ്ട്, ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുക, കൈക്കൊള്ളുക. എൻ്റെ ആ ദുഷിച്ചതായ വശത്തെ മാറ്റിയിട്ട് എന്നെ നല്ലവനാക്കാൻ കഴിയുള്ള ഒരു ദൈവം എൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നു. അതോടുകൂടെ ഞാൻ പുതുതായി തീരുകയാണ്. ഈ ഒരു അഡ്വർടൈസിംഗ് ഏജൻസിയിൽ ഒരു പ്രധാനപ്പെട്ട ജോലിയിലായിരുന്നു താങ്കൾ. അത് വിട്ടിട്ട് ഇങ്ങനെ ഒരു രംഗത്തേക്ക് വരാനുണ്ടായ പശ്ചാത്തലം ഒന്ന് പറയാമോ? ഇങ്ങനെ എയ്ഡ്സ് പേഷ്യൻസിനെ കെയർ ആൻഡ് കൺസേൺ കൊടുക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങുന്ന ഒരു പശ്ചാത്തലം. എൻ്റെ പേഴ്സണലായിട്ട് ബൈബിള് പഠിക്കുകയും യേശു ക്രിസ്തുമായിട്ട് വ്യക്തിപരമായിട്ടൊരു ബന്ധം കൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ പ്രയോറിറ്റീസ് മാറിയത്. ഈ ബൈബിളിൽ എഴുതിയ പ്രകാരമാണല്ലോ ഇന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ എന്നുള്ള അറിവ് എനിക്ക് വരികയും വ്യക്തിപരമായിട്ട് ക്രിസ്തുമായിട്ടൊരു ബന്ധം വരികയും അത് എന്നെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തു. എൻ്റെ വീടിനടുത്ത് HIV AIDS രോഗികളെ താമസിപ്പിക്കുന്ന ഒരു സെന്റർ വിസിറ്റ് ചെയ്യുകയും അവിടെ കണ്ട കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തെ വളരെയധികം ടച്ച് ചെയ്യുകയും
അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നുള്ളൊരു ഭാരം ദൈവം തരികയും അങ്ങനെ 97 ഈ പ്രവർത്തനം ആരംഭിക്കുകയും 99 അക്സെപ്റ്റ് എന്ന ഒരു പേരിൽ